അമ്മായിമ്മ ഇന്നെന്താ സ്പെഷ്യല്? നമുക്കിന്ന് കൊഴിയാളയാണ് കിട്ടിയിട്ടുള്ളത്. മോളുടെ അപ്പൂപ്പൻ റോട്ടിൽ പോയപ്പം കൊഴിയാള കണ്ട് വാങ്ങിക്കൊണ്ട് വന്ന് നമുക്കിതിനെ കറി വയ്ക്കാം. ആദ്യം മീൻ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ മീനൊക്കെ നല്ല വൃത്തിയായിട്ട് എടുത്ത് ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ഇത്തിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതാ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടായി കഴിഞ്ഞ് അടുത്ത് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്ത് വെച്ചത് അതിലോട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. അത് കഴിഞ്ഞിട്ട് ഇത്തിരി ഉള്ളി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇച്ചിരി കുരുമുളകും കൂടെ നല്ലതാണ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ അരച്ചെടുക്കാം. നമ്മൾ അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പുളി കുറവായിരുന്നു, അതുകൊണ്ട് ഞാനൊരു കഷ്ണം മാങ്ങയും കൂടെ ഇതിൽ ചേർക്കുകയാണ്. കൊഴിയാളയ്ക്ക് അങ്ങനെ മാങ്ങ ഇട്ട് വയ്ക്കാറില്ല, എന്നാലും പുളി കുറവായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി മാങ്ങയും കൂടെ ഞാനിടുകയാണ്. ഇട്ട് അരപ്പൊഴിച്ച് മിക്സ് ചെയ്ത് വൃത്തിയാക്കി വെച്ച മീൻ അതിലോട്ടേക്ക് ഇട്ട് നമുക്ക് ഇച്ചിരി കൂടുതലുണ്ട് മീൻ, വൃത്തിയാക്കി വെച്ച മീൻ അതിലോട്ട് ഇട്ട് നമുക്കതിനെ മിക്സ് ചെയ്ത് പച്ചമുളകും ഇട്ട് അതിനെ മിക്സ് ചെയ്ത് ഒന്ന് കറക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ചിട്ട് പുറത്താണ് നമുക്ക് വിറവ് കത്തിക്കുന്ന അടുപ്പുള്ളത്. അവിടേക്ക് കൊണ്ട് അടുപ്പത്ത് വെച്ച് എൻ്റെ ഭർത്താവ് ഒന്ന് തീയൊക്കെ പൊരുത്തി തരുകയാണ്, എന്നെ സഹായിക്കുകയാണ്. മീൻ റെഡിയായിട്ടുണ്ട്, നല്ലപോലെ തിളച്ച് വെന്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഇനി അകത്തോട്ട് എടുത്ത് വെച്ചതിന് ശേഷം, നല്ല ചൂടുണ്ട്, സൂക്ഷിച്ച് അകത്ത് കൊണ്ട് പോയിട്ട് വെച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നോക്കിയതിന് ശേഷം നല്ല റെഡിയായിട്ടുണ്ട്. കറക്റ്റ് മീനെ വറ്റി ചെറിയ ചാറോട് കൂടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേട്ട് ഇത്തിരി കരിയേപ്പില തൂറ്റി കൊടുക്കാം. ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്ക് മീൻകറി ചോറിൻ്റെ കൂടെയോ ചക്കയുടെ കൂടെയോ കപ്പയുടെ കൂടെയോ നമുക്ക് കഴിക്കാം. ഈ മീൻകറി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.